പുതുപ്പള്ളിയിൽ നിന്നും വീണ്ടും യുഡിഎഫിന്റെ വിജയകാഹളം മുഴങ്ങുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ പുതുപ്പള്ളിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരു ജനവിധി വന്നപ്പോൾ പുതുപ്പള്ളി ആർക്കൊപ്പമാണ് എന്ന ചോദ്യത്തിന് ജനങ്ങൾ വ്യക്തമായ ഉത്തരം നൽകി കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ യുഡിഎഫിന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഫലങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് പുതുപ്പള്ളിയുടെ യുവ MLA ചാണ്ടി ഉമ്മന്റെ വ്യത്യസ്തമായ പ്രചാരണ ശൈലിക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നാം കണ്ടത് മണ്ഡലത്തിലുടനീളം ഓടി നടക്കുന്ന ചാണ്ടി ഉമ്മനെയാണ്. വെറുമൊരു ഓട്ടമായിരുന്നില്ല അത്. ഓരോ വോട്ടറെയും നേരിൽ കാണാനും അവരുടെ ഹൃദയമിടിപ്പ് തിരിച്ചറിയാനുമുള്ള യാത്രയായിരുന്നു. ഈ ഓട്ടം ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വോട്ടർമാരിലേക്ക് ഓടിയെത്തുന്ന ഈ ശൈലി മറ്റ് മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയാക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെക്കാൾ വേഗത്തിൽ ഓടുന്ന ചാണ്ടി ഉമ്മൻ UDF ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം നടത്തിയ ഈ പടയോട്ടം വോട്ടുകളായി മാറി. കണക്കുകളിലേക്ക് കടന്നാൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെ ചിത്രം കൂടുതൽ വ്യക്തമാകും. അകലക്കുന്നം, അയർക്കുന്നം, മണർകാട്, മീനടം, പാമ്പാടി, വാകത്താനം തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം UDF തിരിച്ചുപിടിക്കുകയും ഭൂരിപക്ഷം നിലനിർത്തുകയും ചെയ്തു. CPM വൻ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പലയിടങ്ങളിലും അവർക്ക് അടിപതറി. ഇതിലേറ്റവും ചർച്ചയാകുന്നത് കൂരോപ്പട പഞ്ചായത്തിലെ ഫലമാണ്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന കൂരോപ്പടയിൽ പ്രത്യേകിച്ച് CPM നേതാവ് ജെയ്ക്സി തോമസിന്റെ സ്വന്തം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് കേവലം ഒന്നു മാത്രമാണ്. ഇത് രാഷ്ട്രീയ കേരളത്തെ ഒന്നടങ്കം അമ്പരിപ്പിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ മെഷീൻ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പോലും ഈ എണ്ണത്തിൽ മാറ്റമുണ്ടായില്ല എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും വോട്ട് ചെയ്തില്ലേ എന്ന പരിഹാസമാണ് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്നത്. ജെയ്ക്സി തോമസ് എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയൊരു തിരിച്ചടിയാണ്. തുടർച്ചയായി പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും ജനവിധി അനുകൂലമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ സഹതാപ തരംഗമെന്ന് പറഞ്ഞ് തോൽവിയെ ന്യായീകരിച്ചിരുന്നെങ്കിലും ഇത്തവണ രാഷ്ട്രീയ പോരാട്ടത്തിലും തദ്ദേശീയ തലത്തിലും പരാജയം രുചിക്കേണ്ടി വന്നത് ജെയ്ക്കിന്റെയും CPMന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. CPM നേതാക്കൾ പല മാധ്യമങ്ങളിലും വന്ന് വലിയ വിജയപ്രതീക്ഷ പങ്കുവച്ചിരുന്നെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഈ ഫലം വലിയ മാറ്റങ്ങളുണ്ടാക്കും. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിച്ച് ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കാം എന്ന ഇടതുപക്ഷത്തിന്റെ മോഹം ഇവിടെ തകരുകയാണ്. ജോസ് കെ മാണിയുടെ സ്വാധീനം പുതുപ്പള്ളിയിൽ ഏശിയില്ല എന്ന് മാത്രമല്ല, UDF കൂടുതൽ ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സൂചിപ്പിക്കുന്നത് പോലെ പുറത്തുപോയവരെ ഒന്നും തിരിച്ചു വിളിക്കാതെ തന്നെ മികച്ച വിജയം സ്വന്തമാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഈ ഫലം തെളിയിക്കുന്നു. നിലമ്പൂരിൽ PV അൻവർ ഇല്ലാതെ തന്നെ വിജയിച്ച UDF മാതൃക കോട്ടയത്തും ആവർത്തിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ഈ ജനവിധിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ ചാണ്ടി ഉമ്മനിലൂടെ തുടരുമെന്ന വിശ്വാസത്തിലാണ് വോട്ടർമാർ. ചാണ്ടി ഉമ്മന്റെ ഈ വിജയോട്ടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നതിൽ തർക്കമില്ല. പുതുപ്പള്ളി ഇപ്പോഴും കോൺഗ്രസിന്റെ ഹൃദയമിടിപ്പായി തുടരുന്നു എന്ന് അടിവരയിടുന്നതായിരുന്നു ഈ ദിവസത്തെ ഓരോ ഫലങ്ങളും. ഈ വിജയലഹരിയിൽ UDF പ്രവർത്തകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ വിജയത്തിന്റെ മാറ്റൊലി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും.